സംഘർഷഭൂമിയായി പശ്ചിമേഷ്യ. അപ്പോൾ 4-ാം ദിവസമാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നത്. ആരും വിട്ടുകൊടുക്കുന്നില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് മേധാവി കൊല്ലപ്പെട്ടു. മുഹമ്മദ് ഖസേമിയും 2 ജനറൽമാരുമാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫയിൽ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഇസ്രായേലിന്റെ വ്യോമപാതയും വിമാനത്താവളങ്ങളും പൂർണ്ണമായി അടച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി മെറിൻ മേരി ചാക്കോയാണ് ചേരുന്നത്. മെറിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ആക്രമണം തുടങ്ങിയിട്ടിപ്പോൾ 4 ദിവസം കഴിയുന്നു. ഒരു കാലത്ത് വളരെ സൗഹൃദത്തിൽ പോയ 2 രാജ്യങ്ങളാണ് ഇപ്പോൾ ശത്രുതയിലാണ്. ഇസ്ലാമിക് ഭരണകൂടം വന്നതോടുകൂടി ശത്രുതയിലാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആക്രമണം ഇപ്പോഴും തുടരുകയാണെന്ന വാർത്തയാണല്ലോ വരുന്നത്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഹാഷ്മി. ഇറാൻ ഇസ്രായേൽ സംഘർഷം 4-ാം ദിവസവും അതിശക്തമായി തന്നെ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്നലെ രാത്രി വൈകിയും ഇരു രാജ്യങ്ങളും പരസ്പരം ശക്തമായ ആക്രമണം നടത്തിയത്. മിസൈൽ ആക്രമണം അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇപ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് മേധാവി മുഹമ്മദ് ഖസേമിയും 2 ജനറൽമാരും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. മാത്രവുമല്ല, ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്ന ആക്രമിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ IDF ഇപ്പോൾ പുറത്തുവിട്ടു കഴിഞ്ഞു. ഇന്നലെ രാത്രി ഇറാനിലെ മഷ്ഹാദ് വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയിരുന്നു. ഇറാനിലെ ഇന്ധനം നിറയ്ക്കാനെത്തിയ ഇറാൻ വിമാനത്തിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണമെങ്കിൽ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. ബാലിസ്റ്റിക് അതുപോലെ തന്നെ സൂപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേലിന്റെ ജനവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ജെറുസലേം, ടെൽ അവീവ് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഹൈഫയിലാണ്. ഈ ഹൈഫയുടെ പ്രത്യേകത ഇസ്രായേലിന്റെ തുറമുഖ നഗരമാണ്. തലസ്ഥാനമായ ടെൽ അവീവിൽ നിന്നും 90 കിലോമീറ്റർ അകലെയാണ് ഈ ഹൈഫ സ്ഥിതി ചെയ്യുന്നത്. ഈ ഹൈഫയിൽ 12 പേർക്ക് പരിക്കേറ്റെന്നുള്ള വിവരമുണ്ട്. അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജെറുസലേമിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങണമെന്നും ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ജാഗ്രതാ നിർദ്ദേശം നാളെ വരെ, പൊതുജാഗ്രതാ നിർദ്ദേശം നാളെ വരെ തുടരും എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ രൂക്ഷ പ്രതികരണം, അതായത് ഈ ഒരു സംഘർഷ സാഹചര്യത്തിലും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ആക്രമിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു. ആക്രമണത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് നെതന്യാഹു പ്രതികരിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ പ്രസിഡന്റും അതുപോലെ തന്നെ രൂക്ഷ പ്രതികരണമായി രംഗത്തെത്തിയിരുന്നു. അതായത് ആദ്യം യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കണം, എന്നാൽ മാത്രമേ ഇറാന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു നീക്കം ഉണ്ടാകൂ എന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കിയത്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ഉടൻ തന്നെ സമാധാനത്തിലെത്തും അല്ലെങ്കിൽ ധാരണയിലെത്തും എന്നുള്ള പ്രതീക്ഷ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇറാൻ, അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം പോലെ തന്നെയും യുക്രൈൻ റഷ്യ യുദ്ധം പോലെ തന്നെയും ഒരു സമാധാന ശ്രമങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു സമാധാന ശ്രമങ്ങൾ ഉടൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടൻ ധാരണയിലെത്തും എന്നുള്ള പ്രതീക്ഷ തനിക്കുണ്ടെന്ന് തന്നെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. മേക്ക് മിഡിൽ ഈസ്റ്റ് ഗ്രേറ്റ് അഗെയിൻ എന്ന പേരിലാണ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ ഇത്തരത്തിലൊരു പ്രതികരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നതും ഇവിടെ ഇസ്രായേൽ ഹൈഫയിൽ നിന്ന് മലയാളിയായ രഞ്ജിത്ത് വാർനാട് നമുക്ക് ചെയ്യുന്നു. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഹൈഫയിൽ എന്തോ ഈ പറഞ്ഞ വീണ്ടും മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ എവിടെയാണ്? സേഫ് അല്ലേ നിങ്ങളെല്ലാവരും? രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് അശ്മി, ഞങ്ങൾ സേഫാണ്. ഹൈഫയിൽ ഇപ്പോ കേൾക്കാവോ? കേൾക്കാം രഞ്ജിത്ത്, പറയൂ. ഹൈഫയിൽ ഇപ്പൊ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം വളരെ ശക്തമായ രീതിയിലാണ്. പക്ഷെ ആ വാർത്തയിൽ ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ള യുദ്ധത്തെ നമ്മൾ ആരും തന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കണമെന്നുള്ള പ്രാർത്ഥനയിലും പ്രത്യാശയിലുമാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. കാരണം ഈ വാർത്താ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാർത്തയാണെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ, ഇറാൻ അല്ലെങ്കിൽ അതിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ, എസ്പെഷ്യലി ഇവിടെ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതമാണ്, അല്ലെങ്കിൽ ജീവന്റെ വില കൊടുത്തിട്ട് അതിന് വാക്കുകളില്ല പറയാനായിട്ട് എങ്ങനെയാണെന്നുള്ളത്.
ഇത് ഞാനിപ്പോ എടുത്ത് പറയാനായിട്ട് കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന യുദ്ധത്തില് ഇസ്രായേൽ വളരെ വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ തകരുന്നു, നശിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇന്നലത്തെ പത്രമാധ്യമങ്ങളിൽ പോലും ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം വിട്ടു, നാട് വിട്ടു എന്നുള്ള വാർത്ത പോലും വന്നിരുന്നു. ഇന്നലെ വീട്ടിൽ നിന്ന് വിളിച്ചത് പോലും എന്നെ കിടക്കപ്പായിൽ നിന്ന് വിളിച്ച വീട്ടുകാരാണ്. കാരണം നെതന്യാഹു നാട് വിട്ടു, നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ള തരത്തിലാണ്. ഇതേ വാർത്ത തന്നെ ഞാൻ ഇവിടെ നേരം വെളുത്ത് കഴിഞ്ഞ് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവര് വളരെ തമാശയോട് പുച്ഛത്തോട് കൂടിയിട്ട് അവർ ചോദിക്കുന്നത് എവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. അപ്പൊ അവര് പറഞ്ഞത് ഇനിയും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾ നെതന്യാഹുവിനെ അറിയിക്കാം എന്നാണ് അവരെന്നോട് പുച്ഛത്തോടു കൂടി പറഞ്ഞത്. ഞാനിത് തുടക്കത്തിലെ പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം പറയാതിരിക്കാൻ വയ്യ. ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ്. എന്നാൽ ഇറാനിലുണ്ടായിരിക്കുന്നതും അത് തന്നെ അതിലും വലിയ രീതിയിലാണ്. ഇപ്പോ ഞാൻ പറയുന്നത് യുദ്ധത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടല്ല. ഇപ്പോ ഇസ്രായേലിലാണോ പരിക്ക് കൂടുതൽ, ഇറാനിലാണോ പരിക്ക് കൂടുതൽ എന്ന കണക്കെടുപ്പിനേക്കാൾ ഇസ്രായേലുള്ള സാധാരണക്കാർക്കും ഇറാനുള്ള സാധാരണക്കാർക്കും ഇത് ബാധിക്കുന്നു. അതാണ് വസ്തുത, രഞ്ജിത്ത്, അല്ലേ? ആഷ്മി, തീർച്ചയായിട്ടും അതുകൊണ്ടിട്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് നമ്മൾ ആരും തന്നെ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകള് ഇസ്രായേൽ തകരുന്നു, ഇസ്രായേൽ നശിക്കുന്നു, ബെഞ്ചമിൻ നെതന്യാഹു നാട് വിടുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ്. അതുകൊണ്ടിട്ടാണ് ഞാനത് തുടക്കത്തിലേ ഒന്ന് പറഞ്ഞത്. അത് പറയാതെ മറ്റു വാർത്തകളിലേക്ക് കടക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇസ്രായേലിൽ വളരെ വലിയ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ 1.5 വർഷത്തോളമായി യുദ്ധം നടക്കുന്നു. ഈ കാലയളവില് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഈ 3 ദിവസത്തിൽ ഉണ്ടായിരിക്കുന്ന ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാശനഷ്ടം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, വളരെ വലിയ രീതിയിലാണ്. ഇസ്രായേൽ പ്രതികരിക്കുന്നുണ്ട്, പ്രത്യാക്രമണം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനപ്പുറമായിട്ട് ഇപ്പൊ നിങ്ങൾ വാർത്തയിൽ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതില് എന്താ പറയാ ചാനൽ കാണുന്ന തരത്തിലുള്ള നഷ്ടങ്ങൾ വളരെ വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ആൾനാശവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം വളരെ പേടിയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഹൈഫയാണ് ഇപ്പോൾ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടാണ് എന്നുള്ളത് മുമ്പ് ഒരാള് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തന്നെ അദ്ദേഹം വളരെ വിശദമായിട്ട് അതിനെ പറ്റി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാർത്തകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ലോക്കലായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ പേടിയിലാണ്. വെക്കേഷൻ പോയിരിക്കുന്ന ആൾക്കാർ എങ്ങനെ തിരിച്ചു വരുമോ എന്നുള്ള പേടി, ഇവിടെ നിൽക്കുന്ന ആൾക്കാർ തിരിച്ചു പോകണോ വേണ്ടയോ എന്നുള്ള പരിഭ്രാന്തിയിൽ. കാരണം ഈ കാലയളവിൽ ഇപ്പോ ഗാസ സ്ട്രിപ്പിൽ നിന്ന് തുടക്കത്തില് 2023 ഒക്ടോബർ 7 ഗാസ സ്ട്രിപ്പിൽ നിന്ന് തുടക്കത്തിലുണ്ടായ ആക്രമണവും അതിനുശേഷം ബോർഡർ സൈഡുകളിൽ നിന്ന് വന്നിരുന്ന ആക്രമണം പോലെ അല്ല ഇപ്പോ ശരിക്കും ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമില്ലാത്ത രീതിയിലുള്ള പ്രയാണമാണ് അവര്, മിസൈൽ ആക്രമണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വരുന്നത് എങ്ങോട്ടാണെന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇസ്രായേലിലെ പ്രതിരോധ സംവിധാനങ്ങൾ മുമ്പത്തേക്കാളും വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭയരഹിതരായിട്ട് നിൽക്കാൻ പറ്റുന്നുമുണ്ട് അതുകൊണ്ടിട്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ പല അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോ ഈ റീസെന്റ് ആയിട്ട് ഈ 3 ദിവസങ്ങളിലായിട്ട് ഇസ്രായേൽ പുതിയൊരു സംവിധാനം തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാവരുടെയും ഫോണുകളിലേക്ക് അലർട്ട് വരും. അത് ഓട്ടോമാറ്റിക് അലർട്ടാണ്. ആർക്കും നമ്മൾ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പോലുമില്ല. പക്ഷെ പ്രത്യേക തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ എല്ലാവിധ വിവരങ്ങളും കിട്ടും. ഒരു സാധാരണഗതിയിൽ തുടക്കം മുതലേ ഒരു അലാറം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മുടെ ഫോണിൽ ഒരു മെസ്സേജ് വരും ഓട്ടോമാറ്റിക്കലി. ആ മെസ്സേജ് വരുന്നതും പ്രകാരം നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക. ഒരു 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്തിലേക്ക് പ്രവേശിക്കാവുന്ന തരത്തിൽ നിങ്ങൾ പ്രിപ്പയർ ആകുക എന്നുള്ള തരത്തിലുള്ള മെസ്സേജാണ് ആദ്യം വരിക. അതിനുശേഷം വീണ്ടും ഒരു മെസ്സേജ് വരും, ഉടൻ തന്നെ ബങ്കറിലോ സേഫ് പ്ലേസിലേക്കോ മാറുക എന്നുള്ള തരത്തിൽ. അതിനുശേഷമാണ് അലാറം വരുന്നത്. അത്ര കണ്ട് പ്രിക്കോഷൻ എടുത്തിട്ടാണ് ഇസ്രായേൽ നിൽക്കുന്നത്. എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ 100-100 ശിഷ്ടം ഉള്ള മിസൈലുകൾ വരുന്ന സന്ദർഭത്തിൽ പ്രതിരോധിക്കുന്നതിനിടയിൽ 1-2 താഴ്ത്ത് വീഴാറുണ്ട്. ഇപ്പോ ഇന്നലെ വീണത് നമ്മളുടെ സമീപത്ത് തന്നെയായിരുന്നു. ഇന്നിപ്പോ വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ സമയത്ത് ഷെൽട്ടറിൽ പോയതിനു ശേഷമാണ് തിരിച്ചു വന്ന് ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലും. ഇപ്പൊ ഉണ്ടായതിൽ നമുക്ക് ഇവിടെ ഒന്നും സംഭവിച്ചതായിട്ട് അറിവില്ല. പക്ഷെ ഇന്നലെ വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ രഞ്ജിത്ത്, സേഫ് ആയിരിക്കൂ, സമാധാനമായിരിക്കൂ, ശാന്തമായിരിക്കൂ. ഇത് തന്നെയാണെന്ന് പറഞ്ഞാൽ നമുക്കത് ഇവിടെ ഒന്ന് പറയാം സേഫ് ആയിരിക്കുന്നു. നമുക്ക് അത് ഫോർമാലിറ്റിക്ക് പറയുന്നതാണല്ലോ. നമുക്ക് തന്നെ അറിയാം അങ്ങനെ ആക്കാൻ പോകുന്നില്ല. എന്താണ് മിസൈൽ വീഴുന്ന ഒരു രാജ്യത്ത്, അത് ഏത് രാജ്യമാണെങ്കിലും
അവിടെ 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 ഇരിക്കുന്നവർക്ക് അസമാധാനമേ ഉണ്ടാവുകയുള്ളൂ. സമാധാനക്കേട് ഇനി എത്ര ബങ്കറുണ്ടെന്ന് പറഞ്ഞാലും എത്ര സംവിധാനമുണ്ടെന്ന് പറഞ്ഞാലും അത് മനസ്സിലാവണമെങ്കിൽ എന്താണ് മിസൈൽ മഴ പെയ്യുന്ന ഒരു ഭൂമിക്ക് താഴെ പോയി എന്നാലേ ആശങ്ക മനസ്സിലാവുള്ളൂ. എത്രയും പെട്ടെന്ന് അസമാധാനങ്ങളുടെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാനല്ലേ പറ്റും. അത് ഈ രാജ്യങ്ങൾക്ക് മനസ്സിലാക്കണം. പരിഹാരമല്ല, യുദ്ധം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല, ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ.